നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡാണ്. കേരള ജോഗ്രഫിയിൽ കേരളത്തിലെ മലനിരകളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. PSC പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ മലനിരകൾ നോക്കാം നമുക്ക്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അറിയാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചോളുക. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ നീളം എന്ന് പറയുന്നത്, അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ആനമുടി ഇടുക്കി, എറണാകുളം ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഉയരത്തിൽ രണ്ടാം സ്ഥാനം മീശപ്പുലിമലയ്ക്കാണ്. നമ്മൾ സിനിമകളിലൊക്കെ കുറേ കേട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു മീശപ്പുലിമലയെ പറ്റിയിട്ട്. അപ്പം ഉയരത്തിൽ രണ്ടാമത്തെ സ്ഥാനമുള്ള കൊടുമുടി മീശപ്പുലിമലയാണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2640 മീറ്ററാണ് മീശപ്പുലിമലയുടെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാന 2 കാര്യങ്ങൾ ഇതാണ്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഉയരത്തിലെ രണ്ടാം സ്ഥാനം മീശപ്പുലിമലയ്ക്കാണ്. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്ററാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഉയരത്തിൽ രണ്ടാമത്തെ സ്ഥാനമുള്ള മീശപ്പുലിമലയ്ക്ക് 2640 മീറ്ററാണ് ഉയരം. ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആനമുടിയെ പറ്റി പറഞ്ഞില്ലേ. ആനമുടിയുടെ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. എന്താണ്? ആനമുടിയുടെ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. പുരളിമല എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുരളിമല എന്ന് വെച്ചാൽ നമ്മുടെ പഴശ്ശി കലാപങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ പുരളിമല. പുരളിമല ബ്രഹ്മഗിരി മലനിരയുടെ ഭാഗമാണ്. അതൊന്ന് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. നമ്മളോട് ചിലപ്പം ചോദിക്കും പുരളിമല ഏതു മലനിരയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗമാണ്. പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബ്രഹ്മഗിരിയും പുരളിമലയും സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മൾ പറയുന്നുണ്ട്, അത് നോക്കാം. പിന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പൊന്മുടിയെ പറ്റി. പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അഗസ്ത്യകൂടം അല്ലെങ്കിൽ അഗസ്ത്യമലയാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊടുമുടി. അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സ്വാഭാവികമായിട്ടും തെക്കേ അറ്റമാവുമ്പം തിരുവനന്തപുരം എന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊടുമുടിയാണ് അഗസ്ത്യകൂടം. അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തൊരു ചോദ്യം, അമ്പുകുത്തിമല ഏത് ജില്ലയിലാണെന്നാണ്. അമ്പുകുത്തിമല വയനാട് ജില്ലയിലാണ് കേട്ടോ. അമ്പുകുത്തിമല വയനാട് ജില്ലയിലാണ്. ഈ എടയ്ക്കൽ ഗുഹ കാണാനൊക്കെ പോകുന്നവർ സ്വാഭാവികമായിട്ടും വിസിറ്റ് ചെയ്യാറുള്ളൊരു സ്ഥലമാണിത്. അമ്പുകുത്തിമല വയനാട് ജില്ലയിലാണ്. ഇനി പ്രധാനപ്പെട്ട കേരളത്തിലെ ചില മലകളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് നമ്മൾ നോക്കുന്നത്. ഉറപ്പായിട്ട് ഇത് പഠിച്ചു വച്ചിരിക്കേണ്ടത് തന്നെയാണ്. ബാണാസുരമല സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. ബാണാസുരമല വയനാട്. പൈതൽമല കണ്ണൂരാണ്. പൈതൽമല മാത്രമല്ല, പൈതൽമല, ഏഴിമല, പുരളിമല ഈ 3 മലകളും കണ്ണൂർ ജില്ലയിലാണ്. അതങ്ങ് ഒന്നിച്ചു പഠിക്കുക. പൈതൽ, പുരളി, ഏഴിമല. പൈതൽമല, പുരളിമല, ഏഴിമല ഈ 3 മലനിരകളും ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. പൈതൽമല, പുരളിമല, ഏഴിമല. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നല്ലോ പുരളിമല ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ബ്രഹ്മഗിരി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് കേട്ടോ. ബ്രഹ്മഗിരി മല സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പിന്നെ ധാരാളം ആൾക്കാർ സന്ദർശിക്കാറുള്ള ഒരു സ്ഥലമാണ്, ഒരു വിനോദസഞ്ചാര സ്ഥലമാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഇല്ലിക്കൽ കല്ലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് കോട്ടയം ജില്ലയിലാണ് ഇല്ലിക്കൽ കല്ല് മല സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ കോട്ടഞ്ചേരി മല കാസർഗോഡാണ്. നെല്ലിയാമ്പതി ധാരാളം കേട്ടിട്ടുള്ളതാണ്. നെല്ലിയാമ്പതി പാലക്കാടാണ്. നെല്ലിയാമ്പതി മല പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ പന്തല്ലൂർ മല മലപ്പുറം ജില്ലയിലാണ്. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് കലാപകാരികളൊക്കെ ഒളിച്ച് താമസിച്ചിരുന്നത് പന്തല്ലൂർ മലയിലാണ്. അപ്പോൾ പന്തല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. നമുക്ക് ഇത്രയും മലകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഒന്നും കൂടി നോക്കാം. പന്തല്ലൂർ മല എവിടെയാണ്? പന്തല്ലൂർ മല മലപ്പുറം ജില്ലയിലാണ്. നെല്ലിയാമ്പതി പാലക്കാടാണ്. കോട്ടഞ്ചേരി മല കാസർഗോഡാണ്. പുരളിമല കണ്ണൂരാണ്. ഏഴിമല കണ്ണൂരാണ്. അതുപോലെ തന്നെ പൈതൽ മലയും കണ്ണൂരാണ്. ബാണാസുരമല വയനാടാണ്. ബ്രഹ്മഗിരി മലയും എവിടെയാണ്? വയനാടാണ്. വാഗമൺ എല്ലാവർക്കും അറിയാം ഇടുക്കിയിലാണ്. ഇല്ലിക്കൽ കല്ല് കോട്ടയമാണ്. അപ്പം പ്രധാനമായിട്ടും ഇത്രയും മലകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം നോക്കിയത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. ഇടുക്കി ജില്ലയിലാണ്. 2640 മീറ്ററാണ് മീശപ്പുലിമലയുടെ ഉയരം. ആനമുടിയുടെ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ആനമുടിയുടെ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. പുരളിമല ബ്രഹ്മഗിരി മലനിരയുടെ ഭാഗമാണ്. അതുപോലെ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊടുമുടിയാണ് അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. അമ്പുകുത്തിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ് അമ്പുകുത്തിമല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മലകളുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഈ എപ്പിസോഡിലുള്ളത്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അത് മനസ്സിലാക്കുക. ഒരിക്കലും കാണാതെ പഠിക്കുകയല്ല, മനസ്സിലാക്കി പഠിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.